ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിലെ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ കൺസീൽഡ് ഫ്ലഷ് കാര്യങ്ങൾ, അതായത് ക്ലോസറ്റിൻ്റെ ഏരിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൺസീൽഡ് ഫ്ലഷ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. കൺസീൽഡ് ഫ്ലഷ് അതുപോലെ തന്നെ ഹാഫായിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട്. അത് ഫ്രെയിം ടൈപ്പ് വരുന്നുണ്ട്, ഫ്രെയിംലെസ് വരുന്നുണ്ട്, ഫ്രെയിം ഉള്ള ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് കുറച്ചുകൂടി നല്ലത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂമിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 240 സെൻറ്റിമീറ്റർ നമുക്ക് ഏകദേശം കിട്ടുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഒരു 60 സെൻറ്റിമീറ്റർ നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തു, പിന്നെ ഒരു 90 സെൻറ്റിമീറ്റർ നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തു, പിന്നെ ഒരു 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്ററോ നമുക്ക് കുളിക്കുന്ന ഏരിയ കൊടുത്തു. ഇങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ 90 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ വരുന്നത്. ഒരു 90 സെൻറ്റിമീറ്ററിന് 100 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കുളിക്കുന്ന ഏരിയ വരുന്നത്. ബാക്കി വരുന്ന 60 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഈ പറഞ്ഞ വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സാധാരണ ഒരു വാഷ് ബേസിൻ കാര്യങ്ങൾ, ക്ലോസറ്റ്, അതുപോലെ തന്നെ പിന്നെ കുളിക്കുന്ന ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള നോർമൽ ലെവലിൽ വരുന്ന ബാത്റൂം വരുന്നത്. ഇനി അതല്ല, ചെറിയ ബാത്റൂം ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന അളവുകളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ആദ്യമേ തന്നെ വാഷ് ബേസിൻ നമ്മൾ പറയുന്ന പോലെ തന്നെ വാഷ് ബേസിൻ ഫിനിഷിംഗ് ലെവൽ വരുന്നത് 34 ഇഞ്ചാണ് ഫിനിഷിംഗ് ലെവൽ വരുന്നത്. ഏറ്റവും അവസാനം ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അപ്പോൾ ആ ഫിനിഷിംഗ് ലെവലിൽ വരുന്ന ആ ലെവലിൽ വരുന്നതിന് അതിൻ്റെ വേസ്റ്റ് ലൈൻ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ വാട്ടർ ലൈനും അങ്ങനെ തന്നെ. പിന്നെ വരുന്ന ഏരിയയാണ് നമ്മൾ കുളിക്കുന്ന ഏരിയയുടെ തൊട്ടടുത്ത് വരുന്ന നമ്മുടെ വാഷ് ബേസിൻ്റെ കഴിഞ്ഞു അതിനുശേഷം വരുന്ന ക്ലോസറ്റിൻ്റെ ഏരിയ. ക്ലോസറ്റിൻ്റെ ഏരിയ നിങ്ങളിപ്പോൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ചെയ്തിരിക്കുന്നത് ഫുൾ ഫ്രെയിമിൽ വന്നിരിക്കുന്ന കൺസീൽഡ് ഫ്ലഷ് ആണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഫ്രെയിമിൽ വന്നിട്ട് കൺസീൽഡ് ഫ്ലഷ് ചെയ്തിരിക്കുന്നു. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഫുൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഡ്രില്ല് ചെയ്തിട്ട് ഭിത്തിയിൽ നിന്നും പുറത്തേക്കാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഈ കൺസീൽഡ് ഫ്ലഷ് നമ്മൾ ഭിത്തിയുടെ അകത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന 4-ഇഞ്ച് പൈപ്പ് ഉണ്ടോ, ഏറ്റവും താഴെ പോയിരിക്കുന്ന 4-ഇഞ്ച് പൈപ്പ്, ആ 4-ഇഞ്ച് പൈപ്പും ഈ 1.5-ഇഞ്ച് പൈപ്പ് കൺസീൽഡ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ആ 1.5-ഇഞ്ച് കൺസീൽഡ് ചെയ്തിരിക്കുന്നുണ്ടോ, അതായത് വാഷ് ബേസിൻ്റെ അതുപോലെ തന്നെ 4-ഇഞ്ച് പൈപ്പ് നമ്മൾ കൺസീൽഡ് ചെയ്യുമ്പോൾ ആ ബെൽറ്റ് ഉണ്ടാവും, വീടിൻ്റെ ബെൽറ്റ് കാര്യങ്ങളുണ്ടാവും. ഏറ്റവും താഴെ വരുന്ന ബെൽറ്റ് മാന്യമായിട്ട് ഈ 4-ഇഞ്ച് കൺസീൽഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് സ്റ്റീലും അതിലേക്ക് കമ്പി വരാൻ ചാൻസ് ഉണ്ട്. അതും എല്ലാം കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ 4-ഇഞ്ച് കൺസീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 1.5-ഇഞ്ച് എന്ന് പറയുന്ന സമയത്ത് അത്രയും ആഴമില്ലാത്തതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ 4-ഇഞ്ച് കട്ട് ചെയ്യുമ്പോൾ കമ്പിയെല്ലാം കട്ടായി പോകും. അപ്പോൾ വീടിൻ്റേതായ സ്ട്രെങ്ത്ത് കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന ഫ്രെയിം ഒരു 4-ഇഞ്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുന്നതാണ് വീടുകൾക്ക് ഏറ്റവും ഉത്തമം. അപ്പോൾ 4-ഇഞ്ച് പ്രൊജക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-ഇഞ്ച് നിസ്സാരം വരുന്നുള്ളൂ. അത് വേറൊന്നും ചെയ്യാനില്ല. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഭിത്തിയോട് ചേർത്ത് നിർത്തി 4-ഇഞ്ച് പൈപ്പ് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ ഫ്രെയിം ഭിത്തിയിൽ ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുൾ ഫ്രെയിമാണ് വരുന്നത്. ഫുൾ ഫ്രെയിം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് താഴെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കണം, മുകളിലാണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഡ്രില്ല് ചെയ്ത് ഉറപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ബോൾട്ട് കണ്ടോ, ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവൽ ആദ്യമേ തന്നെ മാർക്ക് ചെയ്യണം. ഫ്ലോർ ലെവൽ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ബോൾട്ട് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഈ ബോൾട്ടിൻ്റെ ടോപ്പ് വരേണ്ടത് 14 ഇഞ്ച് ടോപ്പ് വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഫിനിഷിംഗ് ലെവൽ, അതായത് ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരു 16 ഇഞ്ചിനും 17 ഇഞ്ചിനും ഇടയ്ക്കായിട്ടായിരിക്കണം സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് വരേണ്ടത്. അതിന് മുകളിലേക്ക് ക്ലോസറ്റിൻ്റെ ഹൈറ്റ് പൊങ്ങി പോകാനും പാടില്ല. എന്നാൽ താഴേക്ക് പോയി ക്ലോസറ്റ് താഴെ നമ്മുടെ ടൈലിൽ വന്ന് ഇരിക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 14 ഇഞ്ചാണ് നമ്മുടെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന്, അതായത് ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് ബോൾട്ടിൻ്റെ ലെവൽ വരേണ്ടത്. അങ്ങനെ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഫ്ലോർ ലെവൽ മാർക്ക് ചെയ്യുക. ഫ്ലോർ ലെവൽ മാർക്ക് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ലെവൽ കറക്റ്റ് ചെയ്യണം. ഈ പറയുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കൂടിപ്പോവും, ക്ലോസറ്റിൻ്റെ ഹൈറ്റ് കൂടിപ്പോവും. അതുപോലെ തന്നെ ക്ലോസറ്റ് താഴെ ഒന്ന് മുട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഡൈവർട്ടറാണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഡൈവർട്ടർ തെർമോസ്റ്റാറ്റ് ഡൈവർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഡൈവർട്ടർ നമുക്ക് 2-3 രീതിയിൽ വരുന്നുണ്ട്. ഹൈ ഫ്ലോ, ലോ ഫ്ലോ, നോർമൽ ഡൈവർട്ടർ വരുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഡൈവർട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഹാൻഡ് ഷവർ കൂടി വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ഇന്നും ഔട്ടും, എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ പച്ചവെള്ളം, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ പറഞ്ഞത് ചൂടുവെള്ളമാണ് വരുന്നത്. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നേരെ നമ്മൾ വാട്ടർ ഹീറ്റർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വാട്ടർ ഹീറ്റർ നേരെ സോളാറിൻ്റെ വാട്ടർ ഹീറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്
കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഇന്നായിട്ട് വാട്ടർ ഹീറ്ററിൻ്റെ ഇന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനും ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം സോളാർ വാട്ടർ ഹീറ്റർ വെച്ചിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ബാത്റൂമിൻ്റെ അകത്ത് നമ്മളൊരു ഹീറ്റർ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശരിക്കും പകൽ സമയങ്ങളിലാണെങ്കിൽ നമുക്ക് വെള്ളം, ചൂടുവെള്ളം കാര്യങ്ങൾ കിട്ടും. ഒരു വെളുപ്പിന് സമയമാവുന്ന സമയത്ത് ചിലപ്പോൾ ഈ ചൂട് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഹീറ്റർ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വാട്ടർ ഹീറ്ററിൽ അതായത് ബാത്റൂമിൻ്റെ അകത്തിരിക്കുന്ന ഹീറ്ററിലൂടെ കയറി ഇറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ പകൽ സമയങ്ങളിൽ നമുക്ക് ആ ചൂടുവെള്ളം അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ വെളുപ്പിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചൂട് കുറഞ്ഞു വയ്ക്കാൻ നമുക്ക് ഇവിടെയുള്ള നമ്മൾ ടെമ്പററി ആയിട്ട് വെച്ചിരിക്കുന്ന ഈ ഹീറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് വരുന്ന വെള്ളം ചൂടാക്കി നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഡൈവേർട്ടറിലേക്ക് കിട്ടും. ഡൈവേർട്ടറിൻ്റെ സ്പൗട്ട്, പിന്നെ ഷവർ, പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് ഷവർ, ഇതിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പൈപ്പുകളെല്ലാം തന്നെ CPVCയുടെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പുകളാണ് ബാത്റൂമിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനും പ്രത്യേക ഒരു കാരണമുണ്ട്. കാരണം ഡൈവേർട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വെള്ളം ഇല്ലാത്ത സമയത്ത്, അതായത് ചൂടുവെള്ളമോ തണുപ്പ് വെള്ളമോ ടാങ്കിൽ വെള്ളം തീർന്നു പോയ അവസ്ഥയിൽ ഏത് വെള്ളമാണ് ഇല്ലാത്ത ആ വെള്ളം ഇല്ലാത്തതിൽ നിന്ന് നമ്മൾ ഡൈവേർട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം ഇപ്പുറത്തെ ലെവലിലേക്ക് മിക്സ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചൂടുവെള്ളം ഓൾറെഡി ഉണ്ട്, പച്ചവെള്ളം, അതായത് നമ്മുടെ ടാങ്കിലെ വെള്ളം തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നതിന് മുന്നേ നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് ഈ പറയുന്ന തണുത്ത ലെയറിലുള്ള പൈപ്പിലേക്കൊക്കെ കയറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പച്ചവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന PVC പൈപ്പ് ആണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഈ ചൂടുവെള്ളം മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈപ്പുകളൊക്കെ ഉരുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഉരുകി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും കഴിഞ്ഞാൽ ടൈല് കാര്യങ്ങളെല്ലാം പൊളിക്കണം. എല്ലാം പൊളിച്ച് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ വരും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ CPVCയുടെ പൈപ്പ് ബാത്റൂമിൻ്റെ അകത്ത് മൊത്തം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ റിസ്ക് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാത്റൂമിൻ്റെ പുറത്തുനിന്ന് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പുറത്തേക്ക് CPVC കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പച്ചവെള്ളം, ചൂടുവെള്ളം ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് പുറത്തുനിന്ന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ബാത്റൂമിൻ്റെ അകത്ത് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും, അതായത് ബാത്റൂമിൻ്റെ അകത്ത് ഹീറ്ററിൽ നിന്നും അല്ലെങ്കിൽ ഡൈവേർട്ടറിൽ നിന്നാണെങ്കിൽ റിട്ടേൺ പോയാൽ തന്നെയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്നത് CPVC പൈപ്പ് ആയതുകൊണ്ട് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പറയുന്ന കൺസീൽഡ് ഫ്ലഷിന് സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. അതായത് സാധാരണ ഒരു കൺസീൽഡ് വാൽവ് കൊടുത്തിട്ടുണ്ട്. ആ വാൽവ് എന്തിനാണെന്ന് വെച്ചാൽ കൺസീൽഡ് ഫ്ലഷിൽ ചില സമയങ്ങളിൽ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ അത് കൂടുതലും വരുന്ന കംപ്ലയിൻറ്റ് അതിനകത്ത് എന്തെങ്കിലും വെള്ളത്തിൽ വരുന്ന കരടോ കാര്യങ്ങൾ മൂലമായിട്ട് വെള്ളം, അതായത് ഫ്ലഷിൽ നിന്ന് ഓവർഫ്ലോ ഫുള്ളായിട്ട് ക്ലോസറ്റ് വഴി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ ബാത്റൂം ക്ലോസ് ചെയ്തിടണം. അതായത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മളത് പ്ലംബറോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ആൾ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാത്റൂം മൊത്തം ക്ലോസ് ചെയ്തിടേണ്ട അവസ്ഥ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുക്കുകയാണെങ്കിൽ, ഫ്ലഷിന് ഒരു വാൽവ് കൊടുക്കുകയാണെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് ആ ബാത്റൂമിൻ്റെ മറ്റ് ക്ലോസറ്റ്, കുളിക്കുന്ന ഏരിയയോ അത് വാഷ് ബേസിനോ യൂസ് ചെയ്യുന്നതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല. പിന്നെ മെയിൻ്റനൻസും വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വാൽവ് കൺസീൽഡ് ഫ്ലഷിന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, കൺസീൽഡ് ഫ്ലഷിൻ്റെ അകത്തൊരു വാൽവ് ഇല്ലേന്ന്. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് അത് തുറന്ന് അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ തുറന്ന് അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ചിലപ്പോൾ അറിവുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പം അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊന്നാണ് പുറത്തൊരു വാൽവ് ഉണ്ടെങ്കിൽ, അതായത് ബാത്റൂമിൻ്റെ അകത്ത് തന്നെ കൺസീൽഡ് ഫ്ലഷിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വാൽവ്. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ഹെൽത്ത് ഹോസ്പിറ്റൽ പോകുന്നതിന് തൊട്ട് താഴെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഹെൽത്ത് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാത്റൂമിൻ്റെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചാൽ ഈ പറയുന്ന വീഡിയോ ഹൈ ലെങ്തി ആയിപ്പം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.